ബന്ധങ്ങൾ നമ്മുടെ ചിരിയിലും കണ്ണീരിലും സന്തോഷത്തിലും വിജയത്തിലുമെല്ലാം അവയുടെ കയ്യൊപ്പുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഈ ബന്ധങ്ങളെ എങ്ങനെ ഏറ്റവും കൂടുതലായി നമുക്ക് ശക്തിപ്പെടുത്താനായിട്ട് കഴിയും? പല ബന്ധങ്ങളും പല കാരണങ്ങൾ കൊണ്ടും നഷ്ടപ്പെട്ടു പോവാറുണ്ട്. എന്നാൽ വളരെ ലളിതമായ ചില ശീലങ്ങൾ ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമുക്ക് നമ്മുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനായിട്ട് കഴിയും. 5 ശീലങ്ങളാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. അവയിൽ മൂന്നാമത്തെ ശീലം വളരെ പ്രധാനപ്പെട്ടതാണ്. പലരും അതിൽ പരാജയപ്പെടാറുണ്ട്. എന്നാൽ നിങ്ങൾ അതിൽ വിജയിച്ചാൽ നമ്മുടെ ജീവിതത്തിലുള്ള നമ്മുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താൻ നമുക്ക് കഴിയും. കേൾക്കുമ്പോൾ വളരെ ലളിതമാണെന്ന് തോന്നുമെങ്കിലും പക്ഷേ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ശീലങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം. ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനുള്ള ഒന്നാമത്തെ ശീലം എന്നുള്ളത് ശ്രദ്ധയോടെ കേൾക്കുക എന്നുള്ളതാണ്. ലിസൺ ലൈക്ക് യു മീൻ. കേൾക്കുന്ന ആൾക്ക് തോന്നണം നമ്മൾ വളരെ ശ്രദ്ധയോടെ ആഗ്രഹത്തോടെയാണ് കേൾക്കാനായിട്ട് ഇരിക്കുന്നത് എന്ന്. പലപ്പോഴും നമുക്ക് സാധിക്കുന്ന അല്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്: ആളുകൾ മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് കേൾക്കുന്നത്. ഒരു കാര്യം ഒരാൾ സംസാരിക്കുന്നു, നമ്മൾ എന്ത് മറുപടി പറയണം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കേൾക്കുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും നമ്മൾ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കേൾക്കുന്ന ആൾ ശരിക്കും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകുന്നതിൻ്റെ കാരണം അതാണ്. എന്നാൽ ഒരു ശ്രദ്ധയോടെ കേൾക്കുന്ന ആൾ ഇയാളുടെ ഒപ്പം യാത്ര ചെയ്യുകയും അവരുടെ ഇമോഷൻസും അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യും. ഇവർക്കത് അനുഭവിക്കാനായിട്ട് കഴിയും എന്നുള്ള ഒരു അവസ്ഥ അവർക്ക് ഉണ്ടാകും എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ ശ്രദ്ധയോടെ കേൾക്കാനായിട്ട് നമുക്ക് കഴിയുന്നത് നമ്മുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനായിട്ട് നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അതിന് സാധിക്കുന്ന ചില വഴികളുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഒന്നാമതായിട്ട് നമ്മൾ മറുപടി പറയുന്നതിന് മുൻപ് ഒന്ന് നിർത്തുന്നത് നല്ലതാണ്. അതായത് നമ്മൾ ഒരാളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോൾ നമ്മുടെ മറുപടിക്ക് വരുന്നതിന് മുൻപ് ഒന്ന് നിർത്തുക. എന്നിട്ട് അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ മനസ്സിൽ തങ്ങിയെങ്കിൽ അതിനെക്കുറിച്ച് അതൊന്ന് ആവർത്തിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത് ആവർത്തിക്കുന്നതിലൂടെ ആ പറഞ്ഞ ആൾക്ക് മനസ്സിലാവുന്നു, ഓക്കെ, ഇയാൾ എന്നെ കേൾക്കുകയായിരുന്നു എന്ന്. എന്നിട്ട് അതേക്കുറിച്ച് അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് തന്നെ തുടർ ചോദ്യങ്ങൾ ചോദിക്കുക. നമ്മുടെ ഒപ്പീനിയൻസ് പറയാതെ തുടർച്ചയായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ സംസാരിക്കുന്ന ആളുടെ ജീവിതത്തെ അല്ലെങ്കിൽ അയാളുടെ വിഷയത്തെ കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് അനാവരണം ചെയ്യാനായിട്ട് അദ്ദേഹത്തെ സഹായിക്കുമെന്നുള്ളതാണ് വാസ്തവം. അപ്പം ഇങ്ങനെ ശ്രദ്ധയോടെ കേൾക്കാനായിട്ട് കഴിയുന്നതിലൂടെ നമ്മൾ ആ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തെ നമുക്ക് ശക്തിപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും. ഇനി രണ്ടാമത്തെ ശീലം എന്നുള്ളത് പതിവായിട്ട് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. എക്സ്പ്രസ് ഗ്രാറ്റിറ്റ്യൂഡ് ഓഫൺ. നമുക്ക് സാധിക്കുമ്പോഴൊക്കെ നമുക്ക് നന്ദി പറയാനായിട്ട് കഴിയണം. ഇപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് കൂടുതൽ അറിയാവുന്ന ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതവുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളോട് നമ്മൾ പലപ്പോഴും നന്ദി പറയാനായിട്ട് നമ്മൾ മറന്നു പോകാറുണ്ട്. അത് ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആണ്, അല്ലേ? നമ്മളിങ്ങനെ നമുക്കറിയാവുന്ന നമുക്ക് വേണ്ടപ്പെട്ടവരോട് എന്തിനാണ് നന്ദി പറയേണ്ടത്? അപ്പം നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നന്ദി പറയാനായിട്ട് നമുക്ക് സാധിച്ചാൽ അത് ചിലപ്പോൾ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ഉദാഹരണം പറയാം. എൻ്റെ ഒരു നിർണായക സമയത്ത് എന്നെ സഹായിച്ച ഒരു വ്യക്തിക്ക് ഞാൻ ഈ അടുത്ത നാളിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു. ഞാൻ ഇന്ന് ഇങ്ങനെ നിൻ്റെ കാര്യം ഓർക്കാനായിട്ട് ഇടവന്നു. നീ അന്ന് ചെയ്ത ഒരു കാര്യം അതെന്നെ ഒത്തിരി സഹായിച്ചു കേട്ടോ, അപ്പോൾ ഒത്തിരി നന്ദി. ഞാനിങ്ങനെ ചുമ്മാ ഇരുന്നപ്പോൾ ഞാൻ നിനക്കൊരു മെസ്സേജ് അയച്ചതാണ്. താങ്ക് യു ഫോർ എവറിത്തിങ്. നമുക്ക് സമയമുള്ളപ്പോൾ കേൾക്കാം. ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ആ ടെക്സ്റ്റ് അവസാനിപ്പിച്ചു. പക്ഷേ പിന്നീട് ഞാൻ കണ്ടത്, അല്പസമയം കഴിഞ്ഞപ്പോൾ എനിക്കൊരു റിപ്ലൈ വന്നു, യു മെസ്സേജ് മീ അറ്റ് ദ റൈറ്റ് ടൈം. ഞാനൊരു വലിയ സങ്കടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ ഒരു പ്രശ്നം ഞാനിങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് സമയമുണ്ടോ? നമുക്കൊന്ന് സംസാരിക്കാം. ഞാൻ എൻ്റെ എല്ലാ പരിപാടിയും അവസാനിപ്പിച്ചിട്ട് ഞങ്ങൾ വിളിച്ചു. ആ ഒരു സംഭാഷണം 1 മണിക്കൂർ നീണ്ട ഒരു ഫോൺ കോളിലൂടെ ആ വ്യക്തിയുടെ ജീവിതത്തിലെ ആ ഒരു വലിയ പ്രശ്നത്തിന് ഒരു ആശ്വാസം നൽകാനായിട്ട് സാധിച്ചു. ഞാനൊന്നും ചെയ്തില്ല, ചെയ്തത് ഇത്രയേ ഉള്ളൂ. ആ വ്യക്തി സംസാരിക്കുന്നത് ശ്രദ്ധയോടെ കേട്ട് അതിന് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് ആവശ്യമായിട്ടുള്ള കരുത്ത് കൊടുത്ത് ഞാൻ കൂടെ നിന്നു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇതാണ്, ഒരു നന്ദിയുടെ ഒരു മെസ്സേജ് അയച്ചപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരു വലിയ പ്രശ്നത്തിന് പരിഹാരമുണ്ടായി. അപ്പോൾ അങ്ങനെ എന്തുമാത്രം അവസരങ്ങൾ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അവസരങ്ങളെ ഉപയോഗിക്കുക. നന്ദി പറയാൻ പറ്റുന്ന അവസരങ്ങളും അതിൻ്റെ സാഹചര്യങ്ങളും നഷ്ടപ്പെടുത്താതിരിക്കുക. അതൊരു പക്ഷേ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. മൂന്നാമതായിട്ട് നമ്മൾ വളർത്തേണ്ട ഒരു ശീലം എന്ന് പറയുന്നത് സെറ്റ് ദ ബൗണ്ടറീസ്. അതിരുകൾ നിശ്ചയിക്കുക എന്നുള്ളതാണ്.
ആർക്കും കയറി കളിക്കാവുന്ന ഒരു കളിക്കളം ആവരുത് നമ്മുടെ ജീവിതം. നമുക്ക് കുറ്റബോധം തോന്നാതെ ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. പലപ്പോഴും ഇന്ന് നോ എന്ന് പറയാൻ മടിക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒട്ടനവധി ആളുകളെ എനിക്കറിയാം. നോ എന്ന് പറയാൻ പറ്റുന്നില്ല, എല്ലാത്തിനും യെസ് പറഞ്ഞ് എല്ലാവരെയും പ്ലീസ് ചെയ്യാനായിട്ട് നമുക്കിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോടും നോ പറയാനായിട്ട് പറ്റാത്തത് കൊണ്ട് എല്ലാവരും കയറി, നമ്മൾ നാടൻ ഭാഷ പറയില്ലേ, കുതിര കയറുന്ന ഒരവസ്ഥ. അപ്പോൾ അത് പലരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അതിരുകളെ ബഹുമാനിക്കാത്ത സുഹൃത്തുക്കൾ, നമ്മുടെ സഹപ്രവർത്തകർ, കുടുംബാംഗങ്ങൾ, ഇതൊക്കെ നമുക്കൊരു ടോക്സിക് ആയിട്ടുള്ള അനുഭവമാണ് തരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് ആ ബൗണ്ടറിയെ ബഹുമാനിക്കാനായിട്ട് ആളുകളോട് പറയുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്യുന്നതിലൂടെ സംഭവിക്കുന്നത് നമുക്ക് നമ്മുടെ മനസ്സമാധാനം, പീസ് ഓഫ് മൈൻഡ് നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നമ്മളോട് യഥാർത്ഥ സ്നേഹമുള്ള വ്യക്തികൾ നമ്മുടെ ബൗണ്ടറിയെ ബഹുമാനിക്കും. അങ്ങനെയുള്ളവരാണ് നമുക്ക് വേണ്ടത്. അവർ നമ്മുടെ ബന്ധം നിലനിർത്താനായിട്ട് സഹായിക്കും, അത് നമ്മുടെ ബന്ധത്തെ ശക്തിപ്പെടുത്തും, അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെയുള്ള ബന്ധങ്ങളെ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. എപ്പോഴും എല്ലാത്തിനും യെസ് പറഞ്ഞ് അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന, നമ്മുടെ കൂടെ എപ്പോഴും ഇങ്ങനെ നമ്മളെ പ്ലീസ് ചെയ്ത് നിൽക്കുന്ന ബന്ധങ്ങളെക്കാൾ ഉപരിയായിട്ട് നമ്മളെ ബഹുമാനിക്കുന്ന, നമ്മുടെ ബൗണ്ടറികളെ അംഗീകരിക്കുന്ന ബന്ധങ്ങളെയാണ് നമ്മൾ പരിപോഷിപ്പിക്കേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ, രാത്രി 8 മണിക്ക് ശേഷം ഞാൻ പുറത്ത് പോവില്ല, അതെൻ്റെ ഫാമിലി ടൈമാണ്. അത് ഞാൻ എൻ്റെ വീട്ടിലായിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സമയമാണ്, എനിക്ക് വായിക്കാനുള്ള സമയമാണ്, അല്ലെ പഠിക്കാനുള്ള സമയമാണ്. അങ്ങനെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ബഹുമാനിക്കാൻ മറ്റുള്ളവർ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലനം ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് വാസ്തവം. അപ്പം അതുകൊണ്ട് കറക്റ്റായിട്ട് ബൗണ്ടറി സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി 4ാമത്തെ ശീലം എന്ന് പറയുന്നത് ബി പ്രസൻറ്റ്, നോട്ട് ജസ്റ്റ് അവൈലബിൾ. അതായത് സാന്നിധ്യമായിരിക്കുക എന്ന് നമ്മൾ മലയാളത്തിൽ പറയുക. നമ്മളവിടെ ആയിരിക്കുക. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരാളുമായിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളത് ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സംഭാഷണം നടത്തുന്ന ആൾക്ക് നമ്മളോട് സംസാരിക്കാനായിട്ടുള്ള സാധ്യത എന്ന് മാത്രമുണ്ട്, വളരെ കുറഞ്ഞു പോകും. നമ്മൾ സംസാരിക്കുമ്പോൾ കണ്ണിൽ നോക്കി സംസാരിക്കാനായിട്ട്, അതുപോലെ നമ്മൾ കുറഞ്ഞ സമയമാണെങ്കിൽ പോലും അങ്ങനെ ശ്രദ്ധയോടെ സംസാരിക്കുന്നതിലൂടെ ആ ബോണ്ടിങ് ശക്തമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഒരു സാന്നിധ്യമായിട്ട് മാറുക, വെറുതെ അവൈലബിൾ ആവാതെ ഒരു സാന്നിധ്യം, ദേ ഷുഡ് ഫീൽ ലൈക്ക് വി ആർ ദെയർ. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനായിട്ട് കഴിയും. ഇനി 5ാമത്തെ ഒരു ശീലം എന്നുള്ളത് കണക്ക് സൂക്ഷിക്കാതെ നൽകാനായിട്ട് കഴിയുക എന്നുള്ളത്. ഗിവ് വിത്തൗട്ട് കീപ്പിംഗ് സ്കോർ. നമ്മൾ കണക്ക് സൂക്ഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പ്രശ്നങ്ങളായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നൽകാൻ കഴിയുന്നില്ല എങ്കിൽ ആ ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളതാണ്. കണക്ക് സൂക്ഷിക്കുന്നതിലൂടെ നമ്മുടെ ബന്ധം തകരും എന്നുള്ളത് ഉറപ്പാണ്. പ്രത്യേകിച്ചും ഈ വായ്പ അല്ലെങ്കിൽ കടം കൊടുക്കുന്നതൊക്കെ, അത് പ്രത്യേകിച്ചും കൂട്ടുകാർക്കൊക്കെ ആകുമ്പോൾ അങ്ങനെ കൂട്ടുകാരുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതൊക്കെ നമുക്ക് സാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ആ കണക്കുകൾ സൂക്ഷിച്ചു കൊടുക്കുന്നതാണെങ്കിൽ അത് ഒഴിവാക്കുക. കൂട്ടുകാർക്ക് ഞാൻ കടം കൊടുക്കില്ല, അതെൻ്റെ പോളിസിയാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞ് അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ പിന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത്, നമ്മുടെ സ്നേഹത്തെ ശക്തിപ്പെടുത്താനായിട്ട്, നമ്മുടെ നിരാശ ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഈ പ്രതീക്ഷകൾ വെച്ച് കണക്കുകൾ സൂക്ഷിച്ച് അത് കൈകാര്യം ചെയ്യുന്ന ആ ഒരവസ്ഥയിൽ നിന്ന് മാറി അങ്ങനെ കണക്കുകൾ സൂക്ഷിക്കാതെ നൽകാനായിട്ട് കഴിയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം ഇതാണ്. ഈ 5 ശീലങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചതിൽ നിങ്ങൾ ഏതെങ്കിലും പരീക്ഷിച്ച് അതിൻ്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും നല്ല ശീലങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റൊരു വീഡിയോ കാണാനായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വീണ്ടും കാണാം.